സ്ത്രീ പ്രേക്ഷകർ ഇരുകൈയും നീട്ടി സ്വീകരിച്ച ലേഡീസ് അവറിന്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. സ്വന്തം പ്രയത്നത്താൽ വിവിധ മേഖലകളിൽ ജീവിത വിജയം നേടിയ സ്ത്രീ വ്യക്തിത്വങ്ങളെ പരിചയപ്പെടുത്തുന്നു സ്മാർട്ട് ലേഡി. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ഷാനി അനസ്. ഞാൻ എറണാകുളം ജില്ലയിലെ പത്തടിപ്പാലത്ത് അൽഫ പീഡിയാട്രിക് റീഹാബിലിറ്റേഷൻ സെൻ്ററിൻ്റെ ഡയറക്ടറാണ്. പ്രൊഫഷണലി ഞാനൊരു ഫിസിയോതെറാപ്പിസ്റ്റാണ്, പീഡിയാട്രിക് ഫിസിയോതെറാപ്പിസ്റ്റാണ്. 2012 ഗവൺമെൻറ്റിൻ്റെ ഒരു പ്രോജക്റ്റായിട്ട് ശാരീരിക വൈകല്യമുള്ള കുട്ടികൾക്ക് സൗജന്യമായിട്ടുള്ള ഒരു സെൻറ്റർ നടത്തുകയുണ്ടായി. ഈ സെൻറ്റർ ഫണ്ടിൻ്റെ അപര്യാപ്തത മൂലം ഒരു വർഷത്തോളം നടത്തിയിരുന്ന ഈ സെൻറ്റർ നിർത്താനുള്ള സാഹചര്യമുണ്ടായി. അങ്ങനെ ഇങ്ങനെയുള്ള ശാരീരിക വൈകല്യങ്ങൾ നേരിട്ട കുറേ കുട്ടികൾക്ക് ഒരു ആശ്രയം എന്ന രീതിയിൽ അൽഫ എന്ന പേരിലുള്ള ഞങ്ങളുടെ വീടിൻ്റെ കാർപോർച്ച് ഒരു 2012 ഒരു സെൻ്ററാക്കി തുടങ്ങിയാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു റീഹാബിലിറ്റേഷൻ സെൻറ്റർ സ്ഥാപിച്ചത്. ഇപ്പോൾ ഇന്നത്തെ സമൂഹത്തിൽ ശാരീരികവും മാനസികവുമായ വൈകല്യങ്ങൾ നേരിടുന്ന ഒരുപാട് കുട്ടികൾ കാണുന്ന ഒരു സാഹചര്യമാണ് കാണുന്നത്. ഇത്തരം കുട്ടികൾക്ക് എന്ത് ചികിത്സകൾ നൽകണം, ഇവർക്ക് എങ്ങനെയാണ് ഇവരെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരേണ്ടത് എന്ന് പല മാതാപിതാക്കൾക്കും ഉള്ള അറിവ് വളരെ അജ്ഞാതമാണ്. ഇവരെ ഇങ്ങനെയുള്ള കുട്ടികളെ നമുക്ക് മുൻനിരയിലേക്ക് കൊണ്ടുവരിക, ഇങ്ങനെയുള്ള കുട്ടികൾക്ക് പുനരധിവസിപ്പിക്കാനുള്ള ഒരു സെൻറ്റർ നടത്തിക്കുക എന്നുള്ളതൊക്കെ ലക്ഷ്യമിട്ടുകൊണ്ടാണ് അൽഫ എന്ന ഒരു സെൻറ്റർ ഞങ്ങൾ ഇവിടെ 2012 സ്റ്റാർട്ട് ചെയ്തത്. ഇവിടെ കൂടുതലായും സെറിബ്രൽ പോൾസി എന്ന് പറയുന്ന ശാരീരിക തലച്ചോറിനുണ്ടാകുന്ന ക്ഷതമുണ്ടാകുന്ന സെറിബ്രൽ പോൾസി എന്നുള്ള കണ്ടീഷനിലുള്ള കുട്ടികളാണ് കൂടുതലായും ഈ സ്ഥാപനത്തിൽ ആദ്യം വന്നുകൊണ്ടിരുന്നത്. പലപ്പോഴും പല മാതാപിതാക്കൾക്കും ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങളെ വളരെ നേരത്തെ കണ്ടുപിടിക്കുന്നതിൻ്റെ ആവശ്യകതയെ പറ്റിയിട്ടുള്ള അറിവ് വളരെ കുറവാണ്. ഈ ഒരു സാഹചര്യത്തിൽ പലരും ഈ റീഹാബിലിറ്റേഷൻ പുനരധിവാസ ചികിത്സകളായിട്ടുള്ള ഫിസിയോതെറാപ്പി ചികിത്സ നൽകാൻ കഴിയാതെ പല വ്യാജമായ ചികിത്സകളുടെയും പുറകെ പോവുകയും അങ്ങനെയുള്ള കുട്ടികൾക്ക് ചികിത്സ ശരിയായ രീതിയിൽ ലഭിക്കാതെയും വരുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകാറുണ്ട്. അൽഫ പീഡിയാട്രിക് റീഹാബിലിറ്റേഷൻ 2012 മുതൽ 2016 വരെ ആയപ്പോൾ ഇപ്പോൾ ഏകദേശം 100ഓളം കുട്ടികൾക്ക് ഞങ്ങൾ ഇങ്ങനത്തെ കുട്ടികൾക്കുള്ള സർവീസുകൾ ഇവിടെ നൽകി വരുന്നുണ്ട്. സെറിബ്രൽ പോൾസി കണ്ടീഷനിലുള്ള കുട്ടികളാണ് ആദ്യമായി വന്നു തുടങ്ങിയത്. ഇപ്പോൾ ഓട്ടിസം, ഹൈപ്പർ ആക്ടിവിറ്റി, ലേണിംഗ് ഡിസബിലിറ്റി, മെൻ്റൽ റിട്ടാർഡേഷൻ തുടങ്ങിയ പല ഡിസബിലിറ്റി ഉള്ള കുട്ടികളും നമ്മളുടെ അൽഫയിലേക്ക് വരുന്നുണ്ട്. അൽഫ പീഡിയാട്രിക് റീഹാബിലിറ്റേഷൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് ഇത്തരം കുട്ടികളെ വളരെ നേരത്തെ തന്നെ കണ്ടെത്തുക എന്നുള്ളതാണ്. അതിന് ഏർലി ഐഡൻറ്റിഫിക്കേഷൻ എന്നാണ് പറയുന്നത്. ഏർലി ഐഡൻറ്റിഫിക്കേഷൻ കുട്ടികളെ കണ്ടെത്തുകയും ഈ കുട്ടികളുടെ പ്രോബ്ലംസ് മനസ്സിലാക്കി അവരെ ഏർലി ഇൻ്റർവെൻഷൻ നടത്തുക എന്നുള്ളതാണ് നമ്മളുടെ അൽഫയുടെ ഒരു പ്രഥമമായിട്ടുള്ള ലക്ഷ്യം എന്ന് പറയുന്നത്. ഇവരെ മുഖ്യധാരയിലേക്ക് പലപ്പോഴും ഇത്തരം കുട്ടികളെ നമ്മുടെ സമൂഹം സ്പെഷ്യൽ, അല്ലെങ്കിൽ ഇത്തരം കുട്ടികൾക്ക് ചികിത്സകളില്ല, ഇത്തരം കുട്ടികളെ സമൂഹത്തിൻ്റെ പിന്നോട്ട് മാറ്റി നിർത്തുന്ന ഒരു പ്രവണത കാണുന്നുണ്ട്. അപ്പോൾ ഇത്തരം കുട്ടികളെ ഈ കുട്ടികളുടെ സിറ്റുവേഷൻസ് വളരെ നേരത്തെ നമ്മൾ മനസ്സിലാക്കുകയും അവർക്ക് വേണ്ട തരത്തിലുള്ള പ്രതിവിധികളായ ട്രീറ്റ്മെൻറ്റുകളായ റീഹാബിലിറ്റേഷൻ പുനരധിവാസ ട്രീറ്റ്മെൻറ്റുകളായ ഫിസിയോതെറാപ്പി, ഓക്കുപേഷണൽ തെറാപ്പി, സ്പീച്ച് തെറാപ്പി, സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, അവർക്ക് വേണ്ടിയിട്ടുള്ള ബിഹേവിയറൽ തെറാപ്പി, ഇങ്ങനെയുള്ള ട്രീറ്റ്മെൻറ്റുകൾ വളരെ ചിട്ടയോടുകൂടി നൽകുകയാണെങ്കിൽ ഇവരെ നമുക്ക് വീണ്ടും നമ്മുടെ സമൂഹത്തിലേക്ക് തന്നെ തിരിച്ചു കൊണ്ടുവരാൻ വളരെയധികം സാധിക്കുന്ന ഒന്നാണ്. കുട്ടികളിൽ കാണപ്പെടുന്ന മസ്തിഷ്ക സംബന്ധമായ പല വൈകല്യങ്ങളുടെയും ശാസ്ത്രീയമായ കാരണങ്ങൾ, അവയ്ക്കുള്ള പരിഹാരങ്ങൾ, അവ നൽകാൻ കഴിയുന്ന സ്പെഷ്യലിസ്റ്റുകൾ, ഇവയെ പറ്റിയുള്ള അറിവ് പല മാതാപിതാക്കൾക്കും ഇപ്പോഴും കുറവാണ്. ഇത്തരം കുട്ടികളെ എങ്ങനെയാണ് നമുക്ക് സമൂഹത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളത് പലർക്കും
അറിയില്ല എങ്ങനെയാണ് അവരെ നമുക്ക് ഡീൽ ചെയ്യേണ്ടത് എന്നുള്ളത്. മസ്തിഷ്ക സംബന്ധമായിട്ടുള്ള പല പ്രശ്നങ്ങൾ കാരണമാണ് ശാരീരികവും മാനസികവുമായ വൈകല്യങ്ങൾ ഉണ്ടാകാനുള്ള പ്രധാനപ്പെട്ട കാരണം, കുട്ടികളിൽ ഉണ്ടാകാനുള്ള പ്രധാന കാരണം മസ്തിഷ്ക സംബന്ധമായിട്ടുള്ള. ഒരു കുട്ടി ജനിക്കുന്നതിന് മുമ്പോ ജനനശേഷമോ ജനനത്തിനിടയിലോ കുട്ടികൾക്ക് തലച്ചോറിന് ക്ഷതം ഉണ്ടാകാനുള്ള ചാൻസസ് കൂടുതലാണ്. അത് കൂടുതലായിട്ടും ഇങ്ങനെയുള്ള കുട്ടികളുടെ ശാരീരികമായിട്ടുള്ള വിലയിരുത്തലുകൾ, അതായത് ഇങ്ങനെ ഒരു കുട്ടിക്ക് ജനിക്കുമ്പോൾ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടാകുന്ന, അതായത് ഹൈ റിസ്ക്, അഡ് റിസ്ക് ആയിട്ടുള്ള കുട്ടികളുടെ ആദ്യത്തെ നാളുകൾ, ആദ്യത്തെ ഡെവലപ്മെൻറ്റ്സ് എന്ന് പറയുന്നത് വളരെയേറെ ശ്രദ്ധയോടുകൂടി വീക്ഷിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. പലപ്പോഴും പല മാതാപിതാക്കളും ഇത് മനസ്സിലാക്കാതെ പോകുന്നു. ഇപ്പോൾ ഒരു കുട്ടി ജനിക്കുമ്പോൾ വളരെയധികം തൂക്കക്കുറവുള്ള ഒരു കുട്ടികൾ ഉണ്ടാകാറുണ്ട്. അതുപോലെ തന്നെ ഒരു കുട്ടിക്ക് മാസം തികയാതെയുള്ള പ്രസവം, അതുപോലെ അമ്മയ്ക്ക് ഉണ്ടാകുന്ന ഹൈപ്പർ ടെൻഷൻ, ഡയബറ്റീസ്, ഇങ്ങനെയുള്ള പല കാരണങ്ങളുണ്ട്. കുട്ടികൾക്ക് ഇങ്ങനെയുള്ള വൈകല്യങ്ങൾ വരാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. ഇത്തരം കുട്ടികളുടെ ആദ്യത്തെ 3 വയസ്സ് വരെയുള്ള കാലഘട്ടം വളരെ നന്നായിട്ട് എല്ലാ മാതാപിതാക്കളും നിരീക്ഷിക്കേണ്ടത് വളരെ ആവശ്യമാണ്. ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ ഡെവലപ്മെൻറ്റ്സ്, അല്ലെങ്കിൽ മാനസികമായിട്ടുള്ള ഡെവലപ്മെൻറ്റും ശാരീരികമായിട്ടുള്ള ഡെവലപ്മെൻറ്റും, എന്തെങ്കിലും റിസ്ക് ഉള്ള കുട്ടികളുടെ പാരൻസ്, എന്തെങ്കിലും പ്രസവ സമയത്തുണ്ടായ കാരണങ്ങളുണ്ടായ കുട്ടികളുടെ പാരൻസ് വളരെയധികം കരുതലോടുകൂടി ശ്രദ്ധിക്കണം. ആദ്യത്തെ 1 ഇയർ കാലഘട്ടത്തിലാണ് നമുക്ക് പലതരത്തിലുള്ള ഡെവലപ്മെൻറ്റ്സ് നടക്കുന്നത്. ഇപ്പോൾ നമുക്കറിയാം, ഒരു കുട്ടി ജനിച്ച ആദ്യത്തെ ഒരു 1-2 മാസമാകുമ്പോൾ ആ കുട്ടി അതിൻ്റെ അമ്മയെ കാണുമ്പോൾ സോഷ്യൽ സ്മൈൽ ഡെവലപ്പ് ചെയ്യുന്നു. ആ കുട്ടി അമ്മയെ കാണുമ്പോൾ ചിരിക്കാൻ തുടങ്ങുന്നു. അത് ആ കുട്ടിയുടെ ആദ്യത്തെ ഡെവലപ്മെൻ്റ് ആണ്. അല്ലെങ്കിൽ ഒരു വസ്തുവിലേക്ക്, അല്ലെങ്കിൽ നിറമുള്ള വസ്തുവിലേക്ക്, പ്രകാശമുള്ള വസ്തുവിലേക്ക് കുട്ടിക്ക് നോക്കാൻ പറ്റുക എന്നുള്ളത് ആ കുട്ടി ആദ്യമായിട്ട് വിഷ്വലായിട്ടുള്ള അതിൻ്റെ ഒരു ഡെവലപ്മെൻറ്റ് സ്റ്റേജാണ്. അത് കഴിഞ്ഞ് നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു കുട്ടി ജനിച്ച് നമ്മളെല്ലാവരും ഒരു 3 മാസമാകുമ്പോൾ ആ കുട്ടിയുടെ കഴുത്ത് ഉറയ്ക്കുമോ അല്ലെങ്കിൽ പെടലി ഉറയ്ക്കുന്ന ഒരു സ്റ്റേജാണ്. കുട്ടിയെ നമ്മൾ ഈ ഒരു പൊസിഷനിലാണ് ആദ്യം എടുക്കുന്നത്. അത് കഴിയുമ്പോൾ കുട്ടിയെ നമ്മൾ പതുക്കെ മുകളിലോട്ടുള്ള പൊസിഷനിലേക്ക് നമ്മൾ എടുക്കാൻ വേണ്ടി തുടങ്ങുന്നു. അപ്പോൾ എല്ലാവർക്കും അറിയാം, പെടലി ഉറയ്ക്കുന്നത് ഒരു 3 മാസമാകുമ്പോഴാണ് ആ കുട്ടിയുടെ ശാരീരികമായിട്ടുള്ള ഡെവലപ്മെൻറ്റ് അവിടെ നടക്കുന്നത്. എന്നാൽ അത് കഴിഞ്ഞിട്ട് നമ്മളുടെ കൈകളുടെ ചലനം ഒരു 5 മാസമാകുമ്പോൾ ആ കുട്ടി എന്തെങ്കിലും വസ്തുക്കൾ കാണുമ്പോഴോ അമ്മയുടെ മുഖത്തേക്കോ കൈകൾ കൊണ്ടുവന്ന് ചലിപ്പിക്കാനായിട്ട് തുടങ്ങുന്നു. അത് കഴിഞ്ഞ് 5 മാസം കഴിഞ്ഞ് ഒരു 6 മാസമാകുമ്പോൾ കുട്ടി 5 മാസത്തിനുള്ളിൽ തന്നെ കമന്ന് വീഴാനായിട്ട് തുടങ്ങുന്നു. കമഴ്ന്ന് 2 കൈകളിൽ ബലം കൊടുത്ത് മുഖം ഉയർത്തി നോക്കാനായിട്ടുള്ള ഒരു ഡെവലപ്മെൻറ്റ് കാണിക്കുന്നു. അത് കഴിഞ്ഞിട്ട് ആ കുട്ടിയുടെ ഡെവലപ്മെൻറ്റ് ഒരു 8 മാസമാകുമ്പോഴേക്കും ഒരു കുട്ടിയിൽ തനിയെ എഴുന്നേറ്റിരിക്കാനുള്ള ഒരു പ്രവണത കാണിക്കുന്നു. കുട്ടി തനിയെ എഴുന്നേറ്റിരിക്കണം. ഈ ഡെവലപ്മെൻറ്റിന് കഴിഞ്ഞതിന് ശേഷമാണ് ഒരു കുട്ടി 1 വയസ്സാകുമ്പോഴേക്കും കുട്ടി തനിയെ എഴുന്നേറ്റ് നിൽക്കാനുള്ള ഒരു സാഹചര്യം. ഇങ്ങനെ ഒരു 1.5 വയസ്സാകുമ്പോഴേക്കും കുട്ടി സ്വന്തം കാലിലേക്ക് നടക്കുക. ഇതാണ് ആദ്യം ശാരീരികമായിട്ടുള്ള ഡെവലപ്മെൻറ്റ്സ് ആണ് ഓരോ കുട്ടികളിലും നമ്മൾ കാണുന്നത്. അപ്പോൾ ഈ ഒരു ഡെവലപ്മെൻറ്റൽ ഡിലേ ഉള്ള കുട്ടികളെ നമുക്ക് നേരത്തെ മനസ്സിലാക്കാനായിട്ട് ഈ ഡെവലപ്മെൻറ്റൽ കുട്ടികളിൽ ഉണ്ടാകുന്ന വളർച്ചാ കാലഘട്ടങ്ങളിൽ ഉണ്ടാകുന്ന ഈ താമസം നമുക്ക് നേരത്തെ മനസ്സിലാക്കാനായി സാധിക്കുന്നു. പലപ്പോഴും പല പാരൻസും പല മാതാപിതാക്കൾക്കും മനസ്സിലാകാതെ പോകുന്നത്, പിന്നെ കുട്ടി കമന്ന് വീഴുന്നില്ല, കുട്ടി ഇരിക്കുന്നില്ല, കുട്ടി ചിരിക്കുന്നില്ല, മുഖത്തേക്ക് നോക്കി, അത് പലപ്പോഴും അതൊരു നിസ്സാരമായി തള്ളിക്കളയുന്ന ഒരവസ്ഥയിലേക്ക് പോവുകയും ഈ കുട്ടികൾക്ക് ആ സമയോചിതമായിട്ടുള്ള ഒരു ഇടപെടലിൻ്റെ അഭാവം ഉണ്ടാവുകയും ചെയ്യുന്നു. ഈ ഒരു ആദ്യത്തെ 3 വയസ്സ് വരെയാണ് ഏറ്റവും കൂടുതൽ കുട്ടികൾക്ക് സ്റ്റിമുലേഷൻ, അല്ലെങ്കിൽ ബ്രെയിനിൽ ഏറ്റവും കൂടുതൽ സ്റ്റിമുലേഷൻ ആവശ്യമാകുന്ന ഒരു സമയം എന്ന് പറയുന്നത് ആദ്യത്തെ 3 വയസ്സ് വരെയുള്ള കാലഘട്ടങ്ങളിലാണ്. ആദ്യത്തെ വർഷം അതിൽ പ്രത്യേകിച്ച് വളരെയധികം ഡെവലപ്മെൻറ്റ്സ് ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞിട്ട് ഒരു കുട്ടിയിൽ കാണുന്ന ആദ്യത്തെ 1 വയസ്സെന്ന് പറയുന്നത് വളരെ ക്രിട്ടിക്കലായിട്ടുള്ള പല ഡെവലപ്മെൻറ്റ്സും ഉണ്ടാകുന്ന ഒരു സമയമാണ്. ഈ കുട്ടികളിൽ കാണുന്ന ഈ ഡെവലപ്മെൻറ്റ്സ് കറക്റ്റ്
സമയപരിധിക്കുള്ളിൽ നടന്നില്ല എങ്കിൽ അത്തരം കുട്ടികളെ വിദഗ്ധരായിട്ടുള്ള പീഡിയാട്രീഷ്യനെയോ അല്ലെങ്കിൽ ന്യൂറോളജിക്കൽ ഇവാലുവേഷനോ വിധേയമാക്കേണ്ടത് വളരെ ആവശ്യമാണ്. ഇപ്പോൾ ഒരു കുട്ടിക്ക് നമ്മൾ ഒരു ഡെവലപ്മെന്റൽ ഡിലേ ഉണ്ട് എന്ന് നമ്മൾ കണ്ടുപിടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ വളരെ നേരത്തെ തന്നെ, അതായത് ഒരു 6 മാസമായിട്ടും ഒരു കുട്ടിയുടെ കഴുത്തുറച്ചിട്ടില്ല, ഒരു കുട്ടി കമന്ന് വീഴുന്നില്ല എങ്കിൽ ആ കുട്ടികൾക്ക് വളരെ നേരത്തെ തന്നെ നമ്മൾ ട്രീറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഡെവലപ്മെൻ്റൽ തെറാപ്പി എന്നുള്ള ട്രീറ്റ്മെൻറ്റുകൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത് വളരെ ആവശ്യമാണ്. അപ്പോൾ അത് കൂടുതലായിട്ടും പീഡിയാട്രിക് ഫിസിയോതെറാപ്പിസ്റ്റുകളോ പീഡിയാട്രിക് ഡെവലപ്മെൻ്റൽ തെറാപ്പിസ്റ്റുകളെയോ ആണ് നമ്മൾ സമീപിക്കേണ്ടത്. ഇത്തരം കുട്ടികൾക്ക് കമന്ന് വീഴാനായിട്ട് താമസം ഉണ്ടാകുന്നുണ്ട്, ഇരിക്കാനായിട്ട് വൈകുന്നുണ്ട്. വളരെ നേരത്തെയുള്ള ഇടപെടലുകൾ തന്നെ കുട്ടിയുടെ ബ്രെയിനിൽ ഒരുപാട് ഡെവലപ്മെൻറ്റ്സ് ഉണ്ടായി കുട്ടിയുടെ വൈകല്യങ്ങളുടെ തോത് നമുക്ക് വളരെയധികം കുറയ്ക്കാനായിട്ട് നമുക്ക് സാധിക്കും. ഇപ്പോൾ പലപ്പോഴും ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒരു ബ്രെയിനിൽ ഇങ്ങനെയുള്ള ഡാമേജസ് ഉണ്ടാകുന്നതിൻ്റെ പ്രധാന കാരണം നമ്മൾ പറഞ്ഞത് ബ്രെയിനിൽ നമ്മുടെ തലച്ചോറിനുണ്ടാകുന്ന ക്ഷതങ്ങൾ. ഇപ്പോൾ ഒരു കുഞ്ഞ് മാസം തികയാതെയാണ് പ്രസവിക്കുന്നത് എങ്കിൽ, അല്ലെങ്കിൽ ആ കുട്ടിക്ക് പ്രസവ സമയത്ത് ബ്രെയിനിൽ ആവശ്യത്തിനുള്ള ഓക്സിജൻ ലഭിക്കാതെ വരിക, കുട്ടി കരയാതിരിക്കുക, കുട്ടി ജനിച്ചു കഴിഞ്ഞിട്ട് മഞ്ഞപ്പിത്തം, എൻകഫലൈറ്റീസ് പോലുള്ള ബ്രെയിനിൽ ഡെവലപ്മെൻ്റൽ പ്രോബ്ലംസ് ഉണ്ടാകാനുള്ള അവസ്ഥകളൊക്കെ ഉണ്ടാകുന്ന കുട്ടികളുടെ ഈ മൈൽ സ്റ്റോൺസ് എല്ലാ മാതാപിതാക്കളും വളരെയധികം ശ്രദ്ധാപൂർവം വീക്ഷിക്കേണ്ടത് ആവശ്യമാണ്. ആദ്യത്തെ ഇങ്ങനെയുള്ള മൈൽ സ്റ്റോൺസിലെ ഡിലേ കാണുമ്പോൾ തന്നെ നമ്മൾ ഇടപെടുകയാണെങ്കിൽ ആ കുട്ടികളുടെ ഡെവലപ്മെൻറ്റ്സിനെ നമുക്ക് ഒരുപാട് ട്രീറ്റ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുവരാൻ സാധിക്കും. അതായത് ഒരു കുട്ടി ജനിച്ചിട്ട് ആദ്യത്തെ 6 മാസത്തെ കാലയളവിനുള്ളിൽ ബ്രെയിനിൽ ഉണ്ടാകുന്ന ഡെവലപ്മെൻറ്റ്, ഇപ്പോൾ ബ്രെയിനിൽ ഇൻ കേസ് എന്തെങ്കിലും ലീഷൻസ് ഉണ്ട് എങ്കിൽ പോലും ബ്രെയിനിൽ ഉണ്ടാകുന്ന ലീഷൻസ്, ഇപ്പോൾ ബ്രെയിനിൽ ഓക്സിജൻ വരാതെ വന്ന് ബ്രെയിനിലെ കുറച്ച് കോശങ്ങൾ നശിച്ചൊക്കെ പോവുകയാണെങ്കിൽ തന്നെ ബ്രെയിനിന് ന്യൂറോപ്ലാസ്റ്റിസിറ്റി എന്നുള്ളൊരു കപ്പാസിറ്റി ഉണ്ട്. അതായത് ബ്രെയിനിൻ്റെ ഒരു ഭാഗത്തുള്ള നശിച്ചുപോയ കോശങ്ങളുടെ ജോലി വേറൊരു കോശങ്ങൾ ഏറ്റെടുത്ത് നടത്തുന്ന ഒരു ജോലിയാണ്. ഈ ഒരു ഏറ്റവും കൂടുതൽ ഇങ്ങനെയുള്ള ഇങ്ങനെ നമുക്ക് നടത്താൻ പറ്റുന്ന ഒരു സമയം എന്ന് പറയുന്നത് ഈ തലച്ചോറിൻ്റെ 3 വയസ്സ് വരെയുള്ള കാലഘട്ടത്തിലാണ് ഏറ്റവും കൂടുതൽ ബ്രെയിനിനെ നമുക്ക് സ്റ്റിമുലേറ്റ് ചെയ്യാൻ പറ്റുക എന്നുള്ളത്. ആദ്യത്തെ 3 വയസ്സ് വരെയുള്ള കാലഘട്ടങ്ങളിലാണ് നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നത്. 2012 ഞങ്ങൾ കൂടുതലായിട്ട് സെറിബ്രൽ പാൾസി എന്ന് പറയുന്ന അവസ്ഥയിലുള്ള കുട്ടികൾക്ക്, അതായത് കുട്ടികൾക്ക് ചലന വൈകല്യങ്ങൾ, അതായത് ശാരീരികമായിട്ടുള്ള വൈകല്യങ്ങൾ ഉള്ള ഒരു അവസ്ഥയാണ് സെറിബ്രൽ പാൾസി എന്നുള്ള കണ്ടീഷൻ. അത് കുട്ടികളുടെ തലച്ചോറിൻ്റെ മോട്ടോർ ഏരിയ അല്ലെങ്കിൽ ബ്രെയിനിൽ നമ്മളുടെ നടക്കാനായിട്ട് കമിഴ്ന്ന് വീഴാൻ ഇരിക്കാനുള്ള മോട്ടോർ ഏരിയയിൽ എന്തെങ്കിലും ലീഷൻസ് വരുമ്പോഴാണ് സെറിബ്രൽ പാൾസി എന്നുള്ള കണ്ടീഷനിലുള്ള കുട്ടികൾ ഒരു സിറ്റുവേഷൻ ഉണ്ടാകുന്നത്. കുട്ടികളുടെ മോട്ടോർ ഏരിയയിൽ എന്തെങ്കിലും ലീഷൻസ് വരുമ്പോൾ ഈ അവസ്ഥയിലുള്ള കുട്ടികളെ നമുക്ക് വളരെ നേരത്തെ, കാരണം ചിലപ്പോൾ ഈ അവസ്ഥയിലുള്ള കുട്ടികളുടെ പേശികൾ വളരെ മുറുക്കമുള്ളതായിട്ടോ അല്ലെങ്കിൽ വളരെ അയഞ്ഞതായിട്ടുള്ള രീതിയിലായിരിക്കും കാണുന്നത്. അപ്പോൾ ഇവരെ നേരത്തെ തന്നെ നമ്മൾ കണ്ടുപിടിച്ചിട്ട് അവർക്കുള്ള ഡെവലപ്മെൻ്റൽ തെറാപ്പി, അതായത് ന്യൂറോ ഡെവലപ്മെൻ്റൽ തെറാപ്പി എന്നുള്ള ട്രെയിനിങ്ങുകളാണ് ഈ ഒരു 3 വയസ്സിന് മുമ്പ് വരെ ഈ കുട്ടികൾക്ക് കൊടുക്കാവുന്ന ഏറ്റവും നല്ല ഒരു ട്രെയിനിങ് എന്ന് പറയുന്നത് ന്യൂറോ ഡെവലപ്മെൻ്റൽ തെറാപ്പിയാണ്. അതായത് കുട്ടികളുടെ ഡെവലപ്മെൻ്റൽ ഡിലേ ഏത് ഏരിയയിലാണോ ഉള്ളത് ആ ഡെവലപ്മെൻ്റൽ ഏരിയയിലുള്ള, ഇപ്പോൾ കുട്ടി കമന്ന് വീഴുന്നില്ല, അല്ലെങ്കിൽ കുട്ടിയുടെ കഴുത്തുറയ്ക്കുന്നില്ല, കുട്ടി ഇരിക്കുന്നില്ല, കുട്ടി നിൽക്കുന്നില്ല, അപ്പോൾ ആ കുട്ടിയുടെ അവസ്ഥ എന്താണോ അതിനനുസരിച്ചുള്ള ഒരു ട്രീറ്റ്മെൻറ്റാണ് നമ്മൾ ആദ്യത്തെ കാലഘട്ടങ്ങളിൽ നമ്മൾ കുട്ടികൾക്ക് വേണ്ടി നൽകുന്നത്. അൽഫയിൽ ഇപ്പോൾ 2016 ആയപ്പോൾ ആദ്യം 10 കുട്ടികളായിട്ട് തുടങ്ങിയിരുന്ന ഈ സ്ഥാപനത്തിൽ ഇപ്പോൾ ഏകദേശം 100ഓളം കുട്ടികൾ പല സ്ഥലങ്ങളിൽ നിന്ന് വരെ ട്രീറ്റ്മെൻറ്റിനായിട്ട് വരുന്നുണ്ട്. അതായത് കൂടുതലായിട്ടും അത് ഞങ്ങൾ 2014 ആയപ്പോൾ ഇങ്ങനെ സംസാരം പ്രോബ്ലം ഉള്ള കുട്ടികൾ, ചില കുട്ടികൾ നടക്കാത്തതിനോടൊപ്പം തന്നെ സംസാരിക്കാത്ത പ്രശ്നങ്ങൾ, സംസാരിക്കുന്നതിൽ താമസം, സ്പീച്ചിലേക്ക് ഡിലേ ഉള്ള കുട്ടികളെ കണ്ടുപിടിച്ചു. അപ്പോൾ ആ കുട്ടികൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഒരു സ്പീച്ച് തെറാപ്പിസ്റ്റിനെയും ഈ ഒരു ഫിസിയോതെറാപ്പി മാത്രമല്ലാതെയുള്ള ട്രീറ്റ്മെൻറ്റുകൾ കൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊണ്ടുവരുന്നു. അപ്പോൾ 2014 ഞങ്ങൾ ഓട്ടിസം ആൻഡ് ലേണിംഗ് ഡിസബിലിറ്റി ആയിട്ടുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടും കൂടെ
സർവീസ് കൊടുക്കുന്ന രീതിയിൽ ഒരു സെൻറ്റർ തുടങ്ങുകയുണ്ടായി. അങ്ങനെ ആ കുട്ടികൾക്ക് കൂടുതലായിട്ടും ഇപ്പോൾ നമുക്ക് ശാരീരിക വൈകല്യങ്ങൾ കാണുന്ന പോലെ ഈ ഓട്ടിസം എന്നുള്ള കണ്ടീഷനിലുള്ള കുട്ടികളെന്ന് പറയുന്നത് ആ കുട്ടികൾക്ക് ഒരു 1.5 വയസ്സ് വരെ വളരെ നന്നായിട്ട് സംസാരിച്ചു കൊണ്ടിരുന്നതോ അല്ലെങ്കിൽ 2-3 വാക്ക് സംസാരിച്ചുകൊണ്ടിരുന്ന കുട്ടികൾ പെട്ടെന്ന് തന്നെ സംസാരിക്കാൻ ആശയവിനിമയം, അവരുടെ ആശയവിനിമയവും ഭാഷയിലുള്ള ഇത് വളരെ കുറയുകയും അവർ സംസാരത്തിൽ നിന്ന് പുറകോട്ട് പോവുകയും അവരുടെ ഒരു ഓൺ വേൾഡിലേക്ക്, അവരുടെ ഒരു സ്വന്തം ലോകത്തേക്ക് ഉൾവലിഞ്ഞ് കാണുന്നതായിട്ടുള്ള ഒരു പ്രവണത കുട്ടികളിൽ ഇപ്പോൾ ഒരുപാട് കുട്ടികളിൽ ഓട്ടിസം പോലുള്ള കണ്ടീഷൻസ് കാണുന്നുണ്ട്. അപ്പോൾ ഇത്തരം കുട്ടികളെ ട്രീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഓട്ടിസം കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള സ്പീച്ച് തെറാപ്പി, അങ്ങനെയുള്ള കുട്ടികളിൽ ഒരുപാട് ഹൈപ്പർ ആക്ടിവിറ്റി ആയിട്ടുള്ള ഒരു സ്ഥലത്ത് അവർക്ക് അടങ്ങിയിരിക്കാൻ പറ്റുന്നില്ല, അവരുടെ ബോഡിയിൽ അൺവാണ്ടഡ് ആയിട്ടുള്ള എനർജി, അങ്ങനെയുള്ള എനർജി ലോസ് ചെയ്യുന്നതിനായിട്ടുള്ള അവരുടെ പെരുമാറ്റ വൈകല്യങ്ങൾ തിരുത്തുന്നതിനുള്ള ബിഹേവിയറൽ തെറാപ്പി, അതുപോലെ തന്നെ ഈ ഓട്ടിസം കുട്ടികളുടെ ബോഡിയിൽ ഉണ്ടാകുന്ന സെൻസറി ഇഷ്യൂസ്, അവരുടെ അവർക്ക് തൊടുന്നത്, അവരെ ടച്ച് ചെയ്യുന്നത്, ചില സൗണ്ട് കേൾക്കുന്നത്, പിന്നെ ചില വെളിച്ചം കാണുന്നത്, ഇങ്ങനെയുള്ള പല സെൻസറി ഇഷ്യൂസും ഇത്തരം കുട്ടികൾ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരം കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ട്രെയിനിങ് പ്രോഗ്രാമായിട്ട് ഓക്കുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, സ്പീച്ച് തെറാപ്പി, പിന്നെ ഇവർക്ക് പ്രത്യേക രീതിയിലുള്ള എഡ്യൂക്കേഷൻ ട്രെയിനിങ്, ഇതൊക്കെയാണ് നമ്മുടെ അൽഫയിൽ ഇപ്പോൾ ഇത്തരം കുട്ടികൾക്ക് വേണ്ടി നൽകി പോകുന്നത്. ഇനി കൂടുതൽ ഏറ്റവും കൂടുതൽ നമുക്കിപ്പോൾ ആവശ്യം ആൽഫ പീഡിയാട്രിക് റീഹാബിലിറ്റേഷൻ കൂടുതലായും ഫോക്കസ് ചെയ്യുന്നത് ഏർലി ഇൻ്റർവെൻഷൻ എന്ന ഒരു ട്രീറ്റ്മെൻറ്റ് മെത്തേഡാണ്. എന്താണ് ഏർലി ഇൻ്റർവെൻഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് ഒരു ഡോക്ടേഴ്സ്, ഒക്കുപേഷണൽ തെറാപ്പിസ്റ്റ്, ഫിസിയോതെറാപ്പിസ്റ്റ്, സ്പീച്ച് തെറാപ്പിസ്റ്റ്, ബിഹേവിയറൽ തെറാപ്പിസ്റ്റ് ആൻഡ് സ്പെഷ്യൽ എഡ്യൂക്കേറ്റേഴ്സ്, ഇങ്ങനെയുള്ള റീഹാബിലിറ്റേഷൻ പ്രൊഫഷണൽസും മെഡിക്കൽ പ്രൊഫഷണൽസിൻ്റെയും ഒത്തൊരുമയോടുകൂടി ഇത്തരം കുട്ടികളെ ഇവാലുവേറ്റ് ചെയ്യുകയും ഇത്തരം കുട്ടികളുടെ പ്രോബ്ലംസ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് അവർക്ക് വേണ്ടുന്ന തരത്തിലുള്ള ഏരിയയിൽ കറക്റ്റായിട്ടുള്ള ട്രീറ്റ്മെൻറ്റുകൾ നൽകുന്നതിനെയാണ് നമ്മൾ ഏർലി ഇൻ്റർവെൻഷൻ എന്ന് പറയുന്നത്. ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ആവശ്യം എന്ന് പറയുന്നത് മാതാപിതാക്കളുടെ പങ്കാണ് ഏറ്റവും കൂടുതൽ. ഇത് പലപ്പോഴും പല പാരൻസും ഒരു ഫോക്കസ് ഇല്ലാതെയുള്ള ഒരു ട്രീറ്റ്മെൻറ്റിൻ്റെ പുറകെ, പലർക്കും ക്ഷമയില്ല, വളരെ ക്ഷമയോടുകൂടി ഇങ്ങനെയുള്ള ഒരു ട്രീറ്റ്മെൻറ്റുകൾ നൽകുന്നതാണ് ഇത്തരം കുട്ടികൾക്ക് ഒരുപാട് എഫക്റ്റീവ് ആകുന്നത്. പലപ്പോഴും പാരൻസിന് കുറച്ച് കഴിയുമ്പോൾ പല സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകുന്നു, ഒരു ഫോക്കസ് ഇല്ലാത്ത തരത്തിലുള്ള ഒരു ട്രെയിനിങ് കൊടുക്കുന്നത് മൂലം കുട്ടികളുടെ ശരിയായ രീതിയിലുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് കറക്റ്റായ രീതിയിൽ കിട്ടാതെ പോകുന്ന അവസ്ഥയുണ്ട്. അപ്പോൾ ഏറ്റവും ആവശ്യം എന്ന് പറയുന്നത് ഈ ഏർലി ഇൻ്റർവെൻഷൻ ട്രീറ്റ്മെൻറ്റിൽ 5 വയസ്സിന് മുമ്പേ തന്നെ ഉള്ള കുട്ടികളെ ഈ പ്രശ്നങ്ങൾ നമ്മൾ നേരത്തെ കണ്ടുപിടിക്കുകയും ഇത്തരം കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ രീതിയിലും അവരുടെ ശാരീരികമായിട്ടുള്ള ചലനപരമായിട്ടുള്ള ഏരിയാസ്, അവരുടെ ബുദ്ധിപരമായിട്ടുള്ള ഏരിയാസ്, അവരുടെ ഭാഷ അല്ലെങ്കിൽ സംസാരിക്കാനുള്ള ഏരിയ, അവരുടെ എഴുതാനും വായിക്കാനുമുള്ള ഈ ബ്രെയിനിൻ്റെ ഉള്ള എല്ലാ ഏരിയയിലേക്ക് സ്റ്റിമുലേഷൻ നൽകുക എന്നുള്ളതാണ് ഏർലി ഇൻ്റർവെൻഷൻ എന്നുള്ള ട്രീറ്റ്മെൻറ്റ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഏർലി ഇൻ്റർവെൻഷൻ എന്നുള്ള ഒരു ട്രീറ്റ്മെൻറ്റിനെ പറ്റിയിട്ട് വളരെയധികം, അതായത് ഞാൻ പറഞ്ഞ പോലെ 3 വയസ്സിന് മുമ്പുള്ള പ്രായത്തിൽ തന്നെ ഇങ്ങനെയുള്ള പ്രോബ്ലംസ് നമുക്ക് നേരത്തെ തന്നെ കണ്ടുപിടിക്കാൻ പറ്റും. അതായത് ഏർലി ഡെവലപ്മെൻറ്റൽ ഡിലേ എന്നുള്ള ഒരു പ്രോബ്ലംസ് ഉണ്ട് എങ്കിൽ പീഡിയാട്രീഷ്യൻസ്, ന്യൂറോളജിസ്റ്റ് ഇവരുടെ സഹായത്താൽ നമുക്ക് ഇത്തരം കുട്ടികളുടെ പ്രശ്നങ്ങൾ നമുക്ക് നേരത്തെ തലച്ചോറിന് ഏതെങ്കിലും ഏരിയാസിൽ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടോ എന്നുള്ളത് നമുക്ക് നേരത്തെ ഫൈൻഡ് ഔട്ട് ചെയ്യാം. എന്നിട്ട് ആ ഏതെങ്കിലും ഇപ്പോൾ കുട്ടി നടക്കുന്നില്ല, കമന്ന് വീഴുന്നില്ല, ഇരിക്കുന്നില്ല, ഇങ്ങനെയുള്ള പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ, ഡെവലപ്മെൻറ്റൽ ഡിലേ ഉണ്ടെങ്കിൽ വളരെ നേരത്തെ തന്നെ നമുക്ക് ട്രീറ്റ്മെൻറ്റ്, വളരെ നേരത്തെ നമ്മൾ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നോ അതിനനുസരിച്ച് വളരെയധികം ഇമ്പ്രൂവ്മെൻറ്റ് നമ്മുടെ കുട്ടികൾക്ക് ഉണ്ടാകും. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഏർലി ഇൻ്റർവെൻഷൻ ടീമിൽ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ആളുകളാണ് ഈ റീഹാബിലിറ്റേഷൻ പ്രൊഫഷണൽസ് ആണ് ഫിസിയോതെറാപ്പിസ്റ്റ്. ഫിസിയോതെറാപ്പി എന്ന് പറയുന്ന ഒരു ചികിത്സ, ആധുനിക ചികിത്സാ രീതിയിൽ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ആവശ്യമുള്ള ഒരു റീഹാബിലിറ്റേഷൻ ട്രീറ്റ്മെൻറ്റ് മെത്തേഡാണ്. ഫിസിയോതെറാപ്പിയിൽ കൂടുതലായിട്ടും കുട്ടികളുടെ ശാരീരികമായിട്ടുള്ള ചലനത്തിലുണ്ടാകുന്ന, പേശികൾക്കുണ്ടാകുന്ന പ്രോബ്ലംസ് സോൾവ് ചെയ്യാനായിട്ടാണ് കൂടുതൽ നമ്മൾ കൂടുതൽ എക്സസൈസിലൂടെ ഒരു കുട്ടിയുടെ ശരീരത്തിൽ പേശിക്ക് ഒരുപാട് ഉണ്ടാകുന്ന മുറുക്കം, പേശികൾക്കുണ്ടാകുന്ന അയവ്,
കുറവ്, കുട്ടിക്ക് ബാലൻസ് ഇല്ലായ്മ, കുട്ടിയുടെ നടത്തം, ഇതെല്ലാം കറക്റ്റ് ചെയ്യുന്നതിനും ഈ കുട്ടികളെ പിന്നെ ശാരീരികമായിട്ടുള്ള ഇമ്പ്രൂവ്മെൻറ്റ്, അതായത് മോട്ടോർ ഡെവലപ്മെൻറ്റൽ പ്രോബ്ലംസിനെ സോൾവ് ചെയ്യാനായിട്ട് ഒരു ഫിസിയോതെറാപ്പിസ്റ്റിൻ്റെ ആവശ്യം വളരെയധികം ഏർലി ഇൻ്റർവെൻഷൻ ടീമിൽ ആവശ്യമാണ്. അതുപോലെ തന്നെ ഒരു കുട്ടി നമുക്ക് സംസാരത്തിൽ കുട്ടികൾക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, സംസാരത്തിൽ ഇപ്പോൾ കുട്ടിക്ക് ഒരു സെർബ്രൽ പാൾസി പോലുള്ള കണ്ടീഷൻ, ഒരു മൾട്ടിപ്പിൾ ഡിസബിലിറ്റി എന്ന് പറയാം. ചിലപ്പോൾ ഇത്തരം കുട്ടികൾക്ക് നടക്കാൻ താമസിക്കുന്നതിനോടൊപ്പം അല്ലെങ്കിൽ ആ കുട്ടിയുടെ ശാരീരികമായിട്ടുള്ള ഡെവലപ്മെൻറ്റൽ ഡിലേയോടൊപ്പം തന്നെ കുട്ടികളുടെ സംസാരത്തിലും ഡിലേ ഉണ്ടാവാനുള്ള ചാൻസസ് കൂടുതലാണ്. ചില കുട്ടികൾക്ക് സംസാരത്തിൽ വിക്കലുണ്ടാകും, ചിലപ്പോൾ ക്ലാരിറ്റിയിൽ പ്രോബ്ലംസ് ഉണ്ടാകും. ഇങ്ങനെയുള്ള കുട്ടികൾക്ക് ഒരു സ്പീച്ച് തെറാപ്പിസ്റ്റ് അല്ലെങ്കിൽ സ്പീച്ച് തെറാപ്പി ലാംഗ്വേജ് പെത്തോളജിസ്റ്റിൻ്റെ സഹായം ആവശ്യമാണ്. അതുപോലെ തന്നെ വളരെയധികം റീഹാബിലിറ്റേഷൻ പ്രൊഫഷണലിൽ ആവശ്യമുള്ള ഒരു പ്രൊഫഷണൽസാണ് ഒക്കുപേഷണൽ തെറാപ്പിസ്റ്റ്. ഒക്കുപേഷണൽ തെറാപ്പിസ്റ്റ് ഈ കുട്ടികളുടെ ദൈനംദിന ജീവിതത്തിലേക്കും അവരുടെ കൈകളുടെ ഫങ്ഷൻസ് വളരെയധികം നന്നായി തിരിച്ചു കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടും അവരെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ എത്തിക്കുന്നതിന് വേണ്ടിയിട്ടും അവരും ഒരുപാട് ഈ ഒരു ഏർലി ഇൻ്റർവെൻഷൻ പ്രോഗ്രാമിൽ നമുക്ക് സഹായിക്കുന്നു. പിന്നെ സ്പെഷ്യൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് കുട്ടികളെ വളരെ 3 വയസ്സിന് മുമ്പ് തന്നെ ഏർലിയിൽ തന്നെ കുട്ടികളുടെ പഠനപരമായിട്ടുള്ള ഏരിയ, ബുദ്ധിപരമായിട്ടുള്ള ഏരിയ, ഈ ഏരിയയിൽ സ്റ്റിമുലേഷൻ നൽകേണ്ടത് വളരെ ആവശ്യമാണ്. അതിന് പ്രത്യേക തരത്തിലുള്ള എഡ്യൂക്കേഷൻസ് ആണ് അല്ലെങ്കിൽ സ്പെഷ്യൽ എഡ്യൂക്കേഷനാണ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. ഈ സ്പെഷ്യൽ എഡ്യൂക്കേറ്റേഴ്സ് കൂടുതലായിട്ടും അവരുടെ ഇപ്പോൾ കുട്ടികൾക്ക് കോൺസെപ്റ്റ്, കളർ കോൺസെപ്റ്റ്, കുട്ടികളെ ഒരു സ്ഥലത്തേക്ക് നോക്കാനായിട്ട് അറ്റൻഷൻ ട്രെയിനിങ്, കുട്ടികളുടെ എഴുതാനായിട്ടുള്ള ട്രെയിനിങ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഉള്ള പഠനപരമായിട്ടുള്ള ഇതിൽ എങ്ങനെ മുന്നോട്ട് കൊണ്ടുവരാം എന്നൊക്കെ ഉള്ള ട്രെയിനിങ്ങുകളാണ് കൊടുക്കുന്നത്. അതുപോലെ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ്, ചൈൽഡ് സൈക്കോളജിസ്റ്റ്, കുട്ടികൾക്ക് ഇത്തരം കുട്ടികൾക്ക് ഒരിക്കലും അവർ വിചാരിക്കുന്നില്ല ആ ഒരു സാധാരണ കുട്ടി നമുക്കറിയാം ഒരു 2 വയസ്സാകുമ്പോൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നടക്കുന്നു. എന്നാൽ ഇത്തരം കുട്ടികളിൽ ഡെവലപ്മെൻറ്റൽ ഡിലേ ഉണ്ട്, അല്ലെങ്കിൽ താമസിക്കാൻ വളർച്ചാ ഘട്ടങ്ങളിൽ താമസമുണ്ടാകുന്നു. അത് അവരുടെ മാനസികമായിട്ടുള്ള വളർച്ചയും വളരെയധികം ബാധിക്കും. അപ്പോൾ ഈ കുട്ടികളിൽ വളരെയധികം ബിഹേവിയറൽ ഇഷ്യൂസ് കാണിക്കാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ബിഹേവിയറൽ തെറാപ്പി പോലുള്ള ട്രീറ്റ്മെൻറ്റ് മെത്തേഡ്സും യൂസ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ഈ ഒരു ഏർലി ഇൻ്റർവെൻഷൻ ടീമിൻ്റെ കറക്റ്റായിട്ടുള്ള ഒരു ഇടപെടലുകൾ ആദ്യത്തെ 3 വയസ്സ് വരെ നടത്തുകയാണെങ്കിൽ നമുക്ക് ഈ കുട്ടികളെ സാധാരണ ഓരോ കുട്ടികളുടെ രീതിയിലേക്ക് എത്തിക്കാൻ പറ്റിയില്ലെങ്കിൽ പോലും അവരെ മാക്സിമം നമുക്ക് ഇൻഡിപെൻഡൻ്റ് ആക്കാനായിട്ട് ഇത്തരം ചികിത്സകൾ കൊണ്ട് സാധിക്കുന്നു. പലപ്പോഴും ഈ പുനരധിവാസ ചികിത്സകളെ പറ്റിയിട്ടുള്ള അജ്ഞത പല പാരൻസിനുമുണ്ട്. ഇത്തരം കുട്ടികളെ നമുക്ക് എവിടെയാണ് കൊണ്ടുപോയി ചികിത്സിക്കേണ്ടത് എന്നുള്ള അജ്ഞത കാരണം ഇത്തരം കുട്ടികൾക്ക് വേണ്ട തരത്തിലുള്ള ട്രീറ്റ്മെൻറ്റ് ട്രെയിനിങ്ങുകൾ പലപ്പോഴും കിട്ടാതെ വരുന്നുണ്ട്. അപ്പോൾ അൽഫ പീഡിയാട്രിക് റീഹാബിലിറ്റേഷൻ പോലുള്ള ഒരു സ്ഥാപനം തുടങ്ങുന്നതിൻ്റെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് തന്നെ ഇത് സമൂഹത്തിലേക്ക് എല്ലാ ആളുകളിലേക്കും അവെയർ ആക്കുക. ഒരു 5 വയസ്സ് കഴിഞ്ഞിട്ട് കുട്ടികൾക്ക് ഉണ്ടാകുന്ന ഡിസബിലിറ്റി അല്ലെങ്കിൽ പ്രോബ്ലംസ് നമുക്ക് പരിഹരിക്കാൻ വളരെയേറെ അധികം ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇത് വളരെ നേരത്തെ തന്നെ തിരിച്ചറിയുകയും ഇതിന് വേണ്ടിയിട്ടുള്ള ട്രെയിനിങ് നൽകുന്ന പല സ്ഥാപനങ്ങളും ഉണ്ടാക്കുക എന്നുള്ളതാണ് അൽഫയുടെ അവയർനെസ് കൊടുക്കുക. ഇത്തരം മാതാപിതാക്കൾക്ക് ശരിയായ രീതിയിലേക്ക് അവയർനെസ് കൊടുക്കുക എന്നുള്ളതാണ് അൽഫയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം. ഇപ്പോൾ അൽഫ പീഡിയാട്രിക് റീഹാബിലിറ്റേഷൻ ഇപ്പോൾ 5 വർഷം, പിന്നെ 4 വർഷം കഴിഞ്ഞ് 5ാമത്തെ വർഷത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ആദ്യം ഒരു 5 കുട്ടികൾക്ക് വേണ്ടിയിട്ട് നടക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു വെറും കാർപോർച്ചിൽ നിന്നാണ് ഞങ്ങൾ ഈ സ്ഥാപനം തുടങ്ങിയത്. ഇപ്പോൾ ഏകദേശം 100ഓളം കുട്ടികൾക്ക് നമ്മളിവിടെ ട്രീറ്റ്മെൻറ്റുകൾ നൽകുന്നുണ്ട്. അതിൽ ഈ ഒരു 2012 മുതൽ 2016 വരെ 90ഓളം കുട്ടികളെ സ്വന്തം കാലിലേക്ക് നടത്തിച്ചു വിടാൻ, സെർബ്രൽ പാൾസി കണ്ടീഷനിലുള്ള കുട്ടികളെ സ്വന്തം കാലിൽ നടത്തിക്കാനായിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ട്. അൽഫ ടീമിൻ്റെ ശ്രമകരമായിട്ടുള്ള വളരെയധികം അധ്വാനപൂർവമായിട്ടുള്ള പരിശ്രമത്തിൻ്റെ ഫലമായിട്ടാണ് ഈ കുട്ടികളെ നമുക്ക് നടത്തിച്ചു വിടാൻ പറ്റിയത്. അതുപോലെ ഓട്ടിസം, ലേണിംഗ് ഡിസബിലിറ്റി, ഹൈപ്പർ ആക്റ്റീവായിട്ടുള്ള കുറേയധികം ഒരു 40-45ഓളം കുട്ടികൾ ഈ സ്ഥാപനത്തിൽ വരുന്നുണ്ട്. അതിൽ 25ഓളം കുട്ടികളെ ഞങ്ങൾ കഴിഞ്ഞ വർഷം സാധാരണ സ്കൂളിലേക്ക്, അപ്പോൾ മെയിനായിട്ട് അൽഫയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് ഇത്തരം കുട്ടികളെ പിന്നെ വൈകല്യമുള്ള കുട്ടികൾ, ഡിസബിലിറ്റി അല്ലെങ്കിൽ സ്പെഷ്യൽ എന്നുള്ള കാറ്റഗറിയിൽ പെടുത്താതെ നമ്മുടെ സമൂഹത്തിൻ്റെയും ഒരു ഭാഗമാക്കുക എന്നുള്ളതാണ്. അവരെ മാറ്റി നിർത്താതെ നമുക്ക് നേരത്തെ കണ്ടുപിടിക്കുകയാണെങ്കിൽ നമുക്ക് ഈ കുട്ടികളെ കൂടെ
ഇതിലൂടെ നമുക്ക് നമ്മുടെ സമൂഹ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാം. ഇവരെ സ്പെഷ്യൽ എന്നുള്ളതോ ഭിന്നശേഷിക്കാർ എന്നൊക്കെയുള്ള ഒരു കാറ്റഗറിയിൽ പെടുത്താതെ തന്നെ ഇത്തരം കുട്ടികളെ, അതിന് ഏറ്റവും കൂടുതൽ ആവശ്യം മാതാപിതാക്കളുടെ സഹകരണമാണ്. അവർക്ക് ശരിയായ രീതിയിലുള്ള ഒരു അവബോധം ഉണ്ടെങ്കിൽ മാത്രമേ, പലപ്പോഴും പല പാരൻസും ഇങ്ങനെയുള്ള കുട്ടികൾ ജനിക്കുമ്പോൾ അവരുടെ ജീവിതം ഇനി എന്ത് ചെയ്യും എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് പോയി വളരെയധികം ഡിപ്രഷൻ ആകുന്ന പല പാരൻസിനെ നമുക്കറിയാം. അപ്പോൾ അതിനുള്ള സമയമൊന്നുമല്ല. കാരണം കുട്ടികൾക്ക് ഒരു പ്രോബ്ലംസ് ഉണ്ട് എന്നുള്ളത് ഫൈൻഡ് ഔട്ട് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെൻറ്റുകൾ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അതിന് പലതരത്തിലുള്ള വ്യാജ രീതിയിലുള്ളത്, എളുപ്പ വഴിയിലുള്ള മാർഗങ്ങൾ സ്വീകരിക്കാതെ, പലപ്പോഴും ഇന്ന് നടത്തിത്തരാം അല്ലെങ്കിൽ ഈ മരുന്ന് കഴിച്ച് നമുക്ക് മാറ്റാം എന്ന് പറയുന്ന പല വ്യാജ ട്രീറ്റ്മെൻറ്റുകളും ഇപ്പോൾ ഈ സമൂഹത്തിൽ നിലവിലുണ്ട്. അങ്ങനെ വ്യാജ രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റ് ശരിയായ രീതിയിലുള്ള ഇത്തരം റീഹാബിലിറ്റേഷൻ ട്രീറ്റ്മെൻറ്റിലൂടെ വളരെ ക്ഷമയോടുകൂടി നമുക്ക് പരിചരിക്കാൻ പറ്റുകയാണെങ്കിൽ, ഒരു പ്രൊഫഷണൽ സഹായത്തോടു കൂടിയും മാതാപിതാക്കളുടെ സഹകരണത്തോടു കൂടിയും നടക്കുകയാണെങ്കിൽ നമുക്ക് ഇത്തരം കുട്ടികളെ നമുക്ക് മുൻധാരയിലേക്ക് തന്നെ കൊണ്ടുവരാൻ പറ്റും, സമൂഹത്തിൻ്റെ മുൻധാരയിൽ കൊണ്ടുവരാൻ പറ്റും. ഈ പ്രധാനമായിട്ടും ഞങ്ങൾക്ക് ഒരു 2 വർഷം മുമ്പുണ്ടായ ഒരു കുട്ടിയാണ് അമാൻ എന്ന് പറഞ്ഞിട്ട് ഉള്ള ഒരു മകൻ. ആ കുട്ടിക്ക് പിന്നെ സംസാരശേഷി ഇല്ലായിരുന്നു, പിന്നെ അവന് ഒരു സ്ഥലത്ത് അടങ്ങിയിരിക്കത്തില്ലായിരുന്നു. ഓട്ടിസം എന്നുള്ള ഒരു കണ്ടീഷനാണ് അവന് ഡയഗ്നോസ് ചെയ്തത്. അപ്പോൾ ആ ഒരു കുട്ടി ഒരു 6 വയസ്സായി, ഒരു 3 വർഷമായിട്ട് ഇവിടെ സ്പീച്ച് തെറാപ്പി, പിന്നെ ബിഹേവിയറൽ തെറാപ്പി, ഒക്കുപേഷണൽ തെറാപ്പി, ഇങ്ങനെയുള്ള ട്രെയിനിങ്ങുകൾ നമ്മൾ നൽകുന്നുണ്ട്. ഈ ഒരു 6 വയസ്സിനുള്ളിൽ ഇപ്പോൾ പിന്നെ 6 വയസ്സായിട്ട് കുട്ടിയുടെ സംസാരശേഷി തിരിച്ചു വന്നിട്ടില്ല. അപ്പോൾ ഞങ്ങൾ ഈ സംസാരിക്കാൻ പറ്റാത്ത കുട്ടികൾക്ക് വേറെ ഒരു ട്രീറ്റ്മെൻറ്റ് രീതിയായിട്ടുള്ള ഓൾട്ടർനേറ്റീവ് ഓഗ്മെൻറ്റേറ്റീവ് കമ്മ്യൂണിക്കേഷൻ മെത്തേഡ്, AAC എന്നുള്ള മെത്തേഡ് യൂസ് ചെയ്ത് അവനെ ടാബിലേക്ക് ട്രെയിനിങ് കൊടുത്തു, എഴുതാനായിട്ട്. അവന് ഉള്ളിൽ പറയാനുള്ള കാര്യങ്ങൾ അവന് നമ്മൾ ടാബിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ടുള്ളൊരു പരിശീലനം നൽകി. വളരെയധികം നമുക്ക് പോലും വിശ്വസിക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ. അവൻ വളരെ മനോഹരമായിട്ട് 6 വയസ്സായ ഒരു കുട്ടി വളരെ നന്നായിട്ട് അത്രയും വൊക്കാബുലറിയോടുകൂടി അവൻ്റെ അമ്മയെക്കുറിച്ച് പോയം എഴുതി, റെയിൻബോയെ പറ്റി പോയം എഴുതി, കളേഴ്സ് എന്ന് പറയുന്ന നിറങ്ങളെ പറ്റിയിട്ട് കവിതകൾ എഴുതി. ഇതൊരു 6 വയസ്സുകാരൻ. അവൻ്റെ വൊക്കാബുലറിയും ഒന്നും കണ്ടു കഴിഞ്ഞാൽ വളരെയധികം ഒരു ഏറ്റവും കൂടുതൽ ജീനിയസ് ആയിട്ടുള്ള ആൾക്കാർ എഴുതുന്ന തരത്തിലാണ് ആ കുട്ടിയുടെ ആ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് കണ്ടത്. അപ്പം നമ്മൾ എപ്പോഴും ഈ കുട്ടികളെ ഇങ്ങനെ സംസാരിക്കാൻ പറ്റാത്തവൻ, ബുദ്ധിയില്ലാത്തവൻ എന്നൊക്കെ മാറ്റി നിർത്തുമ്പോൾ ഈ കുട്ടികൾക്ക് വളരെ നേരത്തെ നമ്മൾ ഇങ്ങനെയുള്ള ട്രെയിനിങ്ങുകൾ വളരെ ക്ഷമയോടുകൂടി കൊടുത്തത് കൊണ്ടാണ് ആ കുട്ടിയുടെ കഴിവുകൾ നമുക്ക് നേരത്തെ മനസ്സിലാക്കാനായിട്ട് പറ്റിയത്. ഇനി അൽഫയിൽ ഇപ്പോൾ ഞങ്ങൾ ഈ ഒരു വീട്ടിലാണ്, ഞങ്ങളുടെ വീടാണ് ഈ ഒരു സെൻറ്ററാക്കി മാറ്റിയിരിക്കുന്നത്. ഈ ഒരുപാട് ദൂരെ നിന്ന് ഒരുപാട് ആളുകൾ, പിന്നെ എറണാകുളം ജില്ലയിലല്ലാതെ കോഴിക്കോട്, മലപ്പുറം, മാൽദീവ്സ്, വിദേശ രാജ്യങ്ങളിൽ നിന്ന് വരെ നമ്മളുടെ സേവനം അറിഞ്ഞുകൊണ്ട് ആളുകൾ വളരെയധികം പേര് എത്തിച്ചേരുന്നുണ്ട്. അപ്പോൾ ഇനിയും ഇത് ഒരുപാട് കുഞ്ഞുങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു വിഷൻ. കാരണം പല ആളുകൾക്കും ഈ ഒരു ട്രീറ്റ്മെൻറ്റ്, ഇങ്ങനെയുള്ള ചികിത്സ, ഒരുപാട് പാരൻസ് ഒരുപാട് വിഷമിക്കുന്നുണ്ടെന്ന് ഞങ്ങൾക്കറിയാം. ഇത് പല ആളുകളിലേക്കും എത്തിക്കുക എന്നുള്ളതാണ് നമ്മളുടെ ലക്ഷ്യം. അപ്പോൾ ഇനിയും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ടെങ്കിൽ, നമുക്ക് സ്ഥലപരിമിതികൾ മൂലം ഇപ്പോൾ ഒരു 100ഓളം കുട്ടികൾക്ക് മാത്രമേ ഇപ്പോൾ ഇവിടെ ട്രീറ്റ് ചെയ്യാനുള്ള സൗകര്യമുള്ളൂ. ഇനിയും നമുക്ക് സാമ്പത്തികമായിട്ടും നമ്മുടെ ദൈവത്തിൻ്റെ ഒരു കൃപ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതിനെ നല്ല രീതിയിലേക്ക് കൊണ്ടുവരണമെന്നാണ് അൽഫയുടെ ഒരു ഡ്രീം ആൻഡ് വിഷൻ എന്ന് പറയുന്നത്.